ആസിഫ് കെ യൂസഫിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ചതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത്. ആസിഫ് IAS നേടിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച്. പ്രൊബേഷൻ പോലും പൂർത്തിയാക്കാത്തയാളെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാക്കിയത് മുസ്ലിം ലീഗിന് അഴിമതി നടത്താൻ. നിയമനത്തിനെതിരായ കോടതിയെ സമീപിക്കുമെന്നും VHP അറിയിച്ചു. മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തതിന് പിന്നിൽ തന്നെ മറ്റു താൽപര്യങ്ങളുണ്ട്. അഴിമതിയും മറ്റു താൽപര്യങ്ങളും നടപ്പാക്കാൻ അവർ കളങ്കിതരായ ഉദ്യോഗസ്ഥരെ ഇതിനായി നിയമിക്കുകയാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വിമർശിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ച ആസിഫ് കെ യൂസഫ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചാണ് IAS നേടിയതെന്ന് VHP ആരോപിച്ചു. 2015 സിവിൽ സർവീസിന് അപേക്ഷിച്ചപ്പോൾ കുടുംബത്തിന്റെ വരുമാന സർട്ടിഫിക്കറ്റിൽ 1,80,000 മാത്രം. എന്നാൽ ഇത് വ്യാജമായി നിർമ്മിച്ച വരുമാന സർട്ടിഫിക്കറ്റാണെന്ന് പിന്നീട് കണ്ടെത്തി. ഭീമമായ വരുമാനമുള്ള സ്ഥാപനത്തിന്റെ പങ്കാളിയാണ് ആസിഫ്. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നോൺ ക്രീമി ലെയറിന്റെ ആനുകൂല്യവുമായാണ് ആസിഫ് IAS നേടിയത്. തട്ടിപ്പ് കണ്ടെത്തിയതിനാൽ 10 വർഷമായി പ്രൊബേഷൻ പോലും ഡിക്ലെയർ ചെയ്യാത്ത ആളെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാക്കിയത് ലീഗിന്റെ സമ്മർദ്ദം കൊണ്ടാണ്. കള്ളനെ പിടിച്ച് താക്കോൽ ഏൽപ്പിച്ചിരിക്കുകയാണെന്നും VHP വിമർശിച്ചു. നാളിതുവരെയായി പ്രൊബേഷൻ പോലും ഡിക്ലെയർ ചെയ്യപ്പെടാത്ത ഒരു കളങ്കിത വ്യക്തിത്വമാണ് ആസിഫ് കെ യൂസഫ് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. അതിൻ്റെ കാരണം അദ്ദേഹം വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ ചമച്ചാണ് IAS നേടി എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും കേന്ദ്ര ഗവൺമെന്റിലും കൊടുത്തിട്ടുള്ള രേഖകൾ നമ്മളുടെ കയ്യിൽ ലഭ്യമാണ്. ആ രേഖകൾ അനുസരിച്ചുകൊണ്ട് അദ്ദേഹം IAS നേടാൻ വേണ്ടി ഹാജരാക്കിയ വരുമാന സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും അസാധുവാക്കിയതാണ്, വ്യാജമാണ്. കണയന്നൂർ തഹസിൽദാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ തഹസിൽദാരെ സ്വാധീനിച്ചുകൊണ്ട് കൃത്യമായ രീതിയിലൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്തതാണിത്. ഈ തഹസിൽദാർ കൊടുത്ത ഇൻകം സർട്ടിഫിക്കറ്റും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും സംസ്ഥാന സർക്കാർ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെത്. സാധാരണക്കാരായ OBC വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നതിക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ OBC ക്രീമി ലെയർ എന്ന് പറയുന്ന സംവിധാനത്തിനകത്ത് സംവരണം ഏർപ്പെടുത്തിയത്. അതിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഈ സ്ഥാനം നേടിയത്. പണമുണ്ടാക്കാൻ വേണ്ടി വ്യാജരേഖ സൃഷ്ടിച്ച ഒരാളെ തന്നെ കള്ളനെ പിടിച്ച് കാവലേൽപ്പിച്ചു. ആസിഫിന് വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയ കണയന്നൂർ തഹസിൽദാറിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. സാമ്പത്തികമായും ന്യൂനപക്ഷമെന്ന പരിഗണനയും കൊണ്ട് സംസ്ഥാന സർക്കാർ ആസിഫിനെതിരെ നടപടിയെടുത്തിട്ടില്ല. ആസിഫിനെതിരെ നടപടിക്കായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദത്തിന് ശ്രമിക്കും. ഹൈക്കോടതിയിലെ കേസിൽ VHPയും കക്ഷി ചേരും. അയാൾ OBCക്കാരൻ്റെ ആനുകൂല്യം ക്രീമി ലെയറിൻ്റെ കിട്ടിയിട്ടില്ല എന്ന് സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിമാരായ 2 പേര് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിൻ്റെ അഡീഷണൽ സെക്രട്ടറി ഹൈക്കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഈ പോസ്റ്റിൽ ഇരിക്കരുത്. അയാൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് ഈ നിയമപരമായിട്ടുള്ള അപ്പീലുകൾ കേട്ട് വിധി പ്രസ്താവിക്കാനുള്ള ധാർമ്മികതയില്ല. അതുകൊണ്ട് അയാളെ ആ പോസ്റ്റിൽ നിന്നും മാറ്റണം. മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇയാളെ ആ പോസ്റ്റിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അഴിമതി കാണിക്കാനാണ്. ആക്ഷൻ എടുക്കാതിരുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിനകത്ത് 2 ഘടകങ്ങളുണ്ട്. പണത്തിൻ്റെ സ്വാധീനമുണ്ട്, 2 പേടിയുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളിനെതിരെ തീരുമാനം എടുക്കണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കൊണ്ടിരുന്നതും ആവാൻ സാധ്യതയുണ്ട്. VHP ഈ കേസിനകത്ത്, ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള കേസിനകത്ത് കക്ഷി ചേരാനും കേന്ദ്ര ഗവൺമെന്റിൽ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്താനുമുള്ള ശ്രമങ്ങൾ തുടങ്ങുകയാണ്. വ്യാജമായി രേഖകൾ നിർമ്മിച്ച് പദവികൾ നേടിയ ആൾക്ക് എങ്ങനെ ധാർമ്മികമായി നിലപാടെടുക്കാൻ പറ്റുമെന്നാണ് VHP ചോദിക്കുന്നത്. ആക്ഷേപമുള്ളതിനാൽ അപ്രധാന വകുപ്പിലാണ് ആസിഫ് വർഷങ്ങളായി തുടരുന്നത്. അങ്ങനെയുള്ളപ്പോൾ സുപ്രധാന വകുപ്പിന്റെ നിർണായക പദവി നൽകിയത് എന്തിനാണെന്നും ആദർശധീരൻ എന്ന സ്വയം വിശേഷിപ്പിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ഇതിന് കൂട്ടുനിൽക്കുന്നത് എന്തിനാണെന്നും VHP ചോദിച്ചു. ജനം,